ജൂതന്മാർക്ക് വേണ്ടി പലസ്തീനിൽ ഒരു ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിക്കുന്നതിന് എനിക്ക് വിരോധമില്ല എന്ന് പറഞ്ഞ് ഒപ്പിട്ട് കൊടുത്തത് സാക്ഷാൽ അബ്ദുൽ അസീസ് രാജാവാണ്. അതിന്റെ റെക്കോർഡ് ഇന്ന് ലോകത്തിന് മുന്നിലുണ്ട്. അവർ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. അന്താരാഷ്ട്ര പത്രങ്ങൾ അത് പുറത്തുവിട്ടിട്ടുണ്ട്. യാതൊരു സംശയമില്ല. ഒന്ന്. രണ്ട്, ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ സഖ്യകക്ഷികൾക്ക് കിട്ടിയ തുർക്കി ഖിലാഫത്തിനെ തകർത്തിട്ട് കിട്ടിയ സ്ഥലങ്ങളിൽ അവരുടെ ആവശ്യമുള്ള സ്ഥലം എടുത്തിട്ട് ബാക്കി അവർ കഷ്ണം വെട്ടി കൊടുത്ത സ്ഥലങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ എന്തുള്ളത്? ഇസ്ലാമിക രാജ്യങ്ങളുള്ളത്, ഇസ്ലാമിക കിങ്ഡങ്ങളുള്ളത്. ഒന്നും ചെയ്യാൻ അവർക്ക് കഴിയൂല. ഇവരുടെ ആജ്ഞാനവർത്തികളാണ് സലഫികൾ, വഹാബികൾ. ഇവരുടെ ആജ്ഞാനവർത്തികളാണ്. ഈ ആജ്ഞാനവർത്തികളാവുന്ന ഇവർ അവരെങ്ങനെയാണ് ലോകത്തിൽ ഇസ്ലാമിന് ഒരു സ്റ്റോൺ വെക്കുന്നത്? എങ്ങനെയാണ്? ഒരു കല്ലിന് മുന്നോട്ട് വെക്കാൻ അവർക്ക് കഴിയും? അവർ ഇസ്ലാമിക സൗധത്തെ തകർത്തവരാണ്. എന്തിനാണ് അവരവർ തകർത്തത്? ബ്രിട്ടന് വഴി തകർത്തു കൊടുത്തു. ബ്രിട്ടൻ അവർക്ക് വാഗ്ദത്തം ചെയ്തു. ഇനി ജൂതന്മാരുടെ ഒരു ചരിത്രം എടുത്ത് നമ്മൾ പരിശോധിച്ചാൽ അവരിലെ ചില മുട്ടാള വിഭാഗങ്ങൾ മോസസിനെ, മഹാനായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ വരെ മോശക്കാരനാക്കി. ഈജിപ്തിൽ നിന്ന് നാട് വിട്ടു പോകുന്ന ബഹുമാനപ്പെട്ട സയ്യിദന മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം അഭയം തേടിയ ഒരു വീട്ടിലെ മൂത്ത മകളുമായി വിവാഹമില്ലാത്ത അവിശുദ്ധമായ ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് ജൂതന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. അതിനെ തിരുത്താൻ ആർക്കും കഴിഞ്ഞതുമില്ല. ജൂതന്മാർ അങ്ങനെ വിശ്വസിക്കുകയും ചെയ്തിരുന്നു. ജൂതന്മാർ തന്നെ അങ്ങനെ വിശ്വസിച്ചിരുന്നു. പക്ഷെ ആ ചരിത്രം ഖുർആൻ തിരുത്തി കുറിച്ചു. 136ഓളം സ്ഥലങ്ങളിൽ ഈ പരിശുദ്ധനായ മഹാന്റെ പരിശുദ്ധിയെ ഖുർആൻ വാഴ്ത്തി. അദ്ദേഹത്തിന് നേരിനോടും സത്യത്തോടുമുള്ള പ്രതിബദ്ധതയും ആ മാർഗത്തിൽ അദ്ദേഹം ആ മഹാൻ ഭരിച്ചിട്ടുള്ള ത്യാഗങ്ങളും അത് ഖുർആൻ ആ ചരിത്രത്തെ മണ്ണിട്ട് മൂടിയ ബഹുമാന മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പരിശുദ്ധിയെ വെളിച്ചത്ത് കൊണ്ടുവന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ ലോകം ആദരിക്കുന്ന ഒരു മോസസ് ഉണ്ടാകുമായിരുന്നില്ല. ഞാനതൊക്കെ പിന്നീട് അതേക്കുറിച്ച് പറയാം. ഇതാണ് യാഥാർത്ഥ്യം. അപ്പൊ ഇങ്ങനെ ഒരു കാലഘട്ടം ഇന്ന് മുസ്ലിമീങ്ങളുടെ സ്വപ്നത്തിൽ പോലും ഇല്ല. അങ്ങനെയുണ്ടല്ലോ കണ്ടു മറഞ്ഞു പോയ ഒരു സ്വപ്നം. ഒരു 20-30 കൊല്ലം മുമ്പ് നമ്മൾ കണ്ടു മറഞ്ഞു പോയ സ്വപ്നത്തെക്കുറിച്ചുള്ള ഒരു ധാരണ പോലും ഇന്ന് മുസ്ലിങ്ങൾക്ക് ഈ ചരിത്രത്തെ പറ്റി ഇല്ല. അത്രമേൽ മുസ്ലിങ്ങളും ശുദ്ധമായ ചരിത്രവും തമ്മിൽ വിട്ടുപോയി. അതിന് മുഴുവനും കാരണക്കാർ ഇന്ന് സലഫികൾ എന്ന് പറഞ്ഞ് നടക്കുന്ന വഹാബികളാണ്. അവരാണ് അത് ചരിത്രത്തെ നശിപ്പിച്ചത്. വഹാബികളാണ്. അവരാണ് ചരിത്രത്തെ നശിപ്പിച്ചു എന്ന് മാത്രമല്ല ഈ മഹത്തായ സംസ്കാരത്തെയും സാമ്രാജ്യത്തെയും തകർത്തതും അവരാണ്. മോഡേണിസ്റ്റുകളും സലഫികളും അഥവാ വഹാബികൾ. രണ്ട് വിഭാഗമാണ് മുസ്ലിം സമുദായത്തിൽ നിന്ന് ഇത്രമേൽ പൂത്തിലഞ്ഞു നിന്നിരുന്ന ഒരു സംസ്കാരത്തെ തകർത്തത്. ഉള്ളിൽ നിന്ന് രണ്ട് വിഭാഗമാണ്. ഞാൻ കൂട്ടത്തിൽ പലവട്ടം പറഞ്ഞ ഒരു കാര്യം ആവർത്തിക്കുന്നു. ഒരു ജനതയെയോ ഒരാൾക്കും തകർക്കാൻ കഴിയില്ല. ഒരു ജനതയും തകർക്കാൻ കഴിയില്ല. അവരുടെ ഉള്ളിൽ നിന്ന് അതിന് ശത്രു ഉണ്ടായാലല്ലാതെ. ഇതാണ് വസ്തുത. ഒരിക്കലും കഴിയില്ല. ഒരു ജനതയെ കൊന്നു തള്ളിയത് കൊണ്ട് ഒരു മതം ഇല്ലാതാവൂല. കൊന്നു തള്ളാൻ കഴിയും, പക്ഷെ മതത്തെ ഇല്ലാതാക്കാൻ കഴിയില്ല. കൊല്ലാൻ കഴിയും. കൊല്ലുക എന്നത് ഒരു പരിഹാരമല്ലല്ലോ. അതൊക്കെ ഒന്നിനും കഴിയാത്തവർ അവസാനം ചെയ്യുന്ന കാര്യമാണ് കൊല്ലുക. ഒന്നുമില്ലാത്ത ഒരു അധികാരം ഇല്ലാത്ത ഒരു ജനതയാണ് ഇന്ന് ലോകത്തെ മുസ്ലിമീങ്ങൾ. ഒരു അധികാരം ഇന്ന് മുസ്ലിമീങ്ങളുടെ കയ്യിൽ ഇല്ല, എവിടെയും ഇല്ല. ലോകത്തെവിടെയും ഒരു ഇസ്ലാമിക സംസ്കാരത്തിന്റെ ഇസ്ലാമിക പൂർവ്വ സംസ്കാരത്തിൽ അഭിമാനിക്കുന്ന ആ പൂർവ്വ സംസ്കാരത്തെ അങ്ങനെ തന്നെ സ്വീകരിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഒരു രാജ്യത്തെ ജനങ്ങൾ അങ്ങനെ തന്നെ സന്തോഷിച്ച് അധികാരത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു ഭരണകൂടം, ഇന്ന് പ്രപിതാമഹന്മാരിൽ അഭിമാനിക്കുന്ന ഒരു കിങ്ഡം, ഒരു ഭരണകൂടം ലോകത്ത് ഇന്ന് നിലനിൽക്കുന്നില്ല. ലോകത്ത് ഇന്ന് നിലനിൽക്കുന്നതെല്ലാം ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ബ്രിട്ടനും സഖ്യകക്ഷികളും മുറിച്ചു കൊടുത്ത ഭൂവിഭാഗങ്ങളിൽ അവരുടെ താല്പര്യത്തിന് വേണ്ടി അധികാരം നടത്തുന്നവർ മാത്രമാണ്. അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് ബ്രിട്ടന്റെയും അമേരിക്കയുടെയും മേർക്ക് അവർക്ക് വിരൽ ചൂണ്ടാൻ കഴിയാത്തത്. എല്ലാ കൊല്ലവും റമദാനിൽ ഇസ്രായേൽ ഫലസ്തീനിൽ ഖുദ്സിൽ നടത്തുന്ന ഒരു നരനായാട്ടുണ്ട്. അതൊരു നേർച്ച പോലെയാണ് അവർക്ക്. എല്ലാ കൊല്ലം ചെയ്യും. ഞാൻ 4-5 വർഷം മുമ്പ് 12 വയസ്സിന് താഴെയുള്ള 513 കുട്ടികളെയാണ് റമദാൻ പകുതിയായപ്പത്തിന് കൊന്നൊടുക്കിയത്. അതിന്റെ ചിത്രങ്ങളും അവർ പുറത്തുവിട്ടു. അവരെന്നെ ഞങ്ങൾക്ക് ഇതൊന്നും വിഷയമില്ല എന്നുള്ള നിലയിൽ 12 വയസ്സിന് താഴെയുള്ള 513 കുട്ടികൾ, വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മയുടെ കോന്തലിൽ തൂങ്ങി നിൽക്കുന്ന 513 കുട്ടികളെ ഔദ്യോഗിക ഇസ്രായേലിന്റെ കണക്കനുസരിച്ച് 12 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊന്നു. ഈ ഒരു ക്രൂരകൃത്യം, അതിന് സമാനമായ ക്രൂരകൃത്യം എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ റമദാനിലും അവർ പ്രത്യേകം. എന്തുകൊണ്ട്? റമദാനികൾ മുസ്ലിമുകളെ മനസ്സ് അലങ്കോലപ്പെടണം, അതിലവർ സന്തോഷിക്കണം. അതാണ് അവരുടെ സന്തോഷം. അങ്ങനെയാണ്. ഞാനിവിടെ ഈ കഴിഞ്ഞ പ്രഭാഷണങ്ങളിൽ ചിലപ്പോഴെല്ലാം ശ്രീലങ്കയിൽ ഈസ്റ്റർ ദിനത്തിൽ ചില ഇസ്ലാമിന്റെ പേര് പറഞ്ഞ ടെററിസ്റ്റുകൾ നടത്തിയ നരമേധത്തെ കുറിച്ച് ഞാൻ ഈ പ്രഭാഷണത്തിന്റെ ആദ്യ ഭാഗത്ത് പലതവണ അപലപിച്ച് സംസാരിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അവർ മുസ്ലിങ്ങളല്ല. അവരാരാ? അവർ ടെററിസ്റ്റുകളാണ്. അവർ യഥാർത്ഥ മുസ്ലിങ്ങളല്ല. ലോക മുസ്ലിങ്ങൾ മുഴുവനും അവരെ തള്ളികളാണ്. അവരും സലഫികളാണ്, വഹാബികളുമാണ്. തിരിച്ചു വരാം. ഇതേപോലെ
ഈ നരനായാട്ട് എല്ലാ വർഷവും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇസ്രായേൽ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഖുദ്സിലെ ഇപ്പോൾ ഖുദ്സിന്റെ ഉള്ളിൽ ഓസ്ലോ കരാർ അനുസരിച്ച് ഖുദ്സിന്റെ ഉള്ളിൽ അവർക്ക് ഖുദ്സ് പള്ളിയിൽ ആരാധന അവർക്കില്ല. അവർക്ക് ബാബുൽ മഹാറബയുടെ ഭാഗത്ത് വിലാപഭിത്തിയുടെ ഭാഗത്ത് പ്രത്യേകമായ ആരാധനാ കേന്ദ്രം ഓസ്ലോ കരാറിൽ അനുസരിച്ച് അനുവദിച്ച് കിട്ടിയിട്ടുമുണ്ട്. 1967 6 ഡേ വാറിൽ അവർക്ക് പ്രത്യേകമായി അത് അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്. അവർ കൈയടക്കിയിട്ടുണ്ട്, അന്താരാഷ്ട്ര കോടതി അടക്കം. അപ്പോൾ പിന്നെ ഖുദ്സിൽ അവർക്ക് അന്താരാഷ്ട്ര കോടതിയുടെ നിയമം, ഓസ്ലോ കരാറിന്റെ നിയമം, ഇങ്ങനെ പലതവണ പല നിയമങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. UNA നിയമം. ഈ നിയമങ്ങളൊക്കെ അനുസരിച്ച് അവർ ഖുദ്സ് പള്ളിയിൽ ആരാധനയ്ക്ക് വരാൻ പാടില്ല. അവർക്ക് ഇഷ്ടം പോലെ ആരാധന സ്വാതന്ത്ര്യം ബാബുൽ മഹാറബയുടെ ഭാഗത്തുണ്ട്. ഹായിത്തുൽ മബ്ക എന്ന് പറയുന്ന കരയുന്ന ഭിത്തിയുടെ അപ്പുറത്തുനിന്ന് അവർ കരയും. അത് വിലാപ ഭിത്തി ആ ഏരിയയിലുണ്ട്. അപ്പോൾ UNA നിയമം അനുസരിച്ചും അവർ തന്നെ മുസ്ലിങ്ങൾക്ക് നല്ല ഓസ്ലോ കരാറിൽ അവർ ഒപ്പിട്ടതിനനുസരിച്ചും അവർ ചെയ്യാൻ പാടില്ല. പക്ഷേ ഈ വർഷം പോലും റമളാനിൽ അവർ ആരാധന ഗ്രൂപ്പുകളായി കയറി വന്ന് ആരാധന നടത്തുക. അതിന് ഇസ്രായേലി പട്ടാള സൗകര്യം കൊടുക്കുക. പൂർണ്ണമായും UNA നിയമത്തെ ഭംഗിക്കുക. ഇതിനിടയിൽ ഒരു സൈനിക നീക്കം നടത്താൻ മുസ്ലിം ലോകത്തിന് ഇന്ന് കഴിയൂല. അന്താരാഷ്ട്ര ചായകുടി പരിപാടി നടത്താം. അതാണ് ഇപ്പോൾ അറബ് ലീഗ് നടത്തുന്നതും. അത് അന്താരാഷ്ട്ര ചായകുടി പരിപാടിയാണ്. എന്തുകൊണ്ടാണ് അവർക്ക് കഴിയാത്തത്? എന്തുകൊണ്ട്? 2 കാരണങ്ങൾ കൊണ്ട്. ഒന്ന്, ഇസ്രായേലിനെ അനുവദിച്ചു കൊടുത്തത് ഇവരാണ്. ജൂതന്മാർക്ക് വേണ്ടി പലസ്തീനിൽ ഒരു ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിക്കുന്നതിന് എനിക്ക് വിരോധമില്ല എന്ന് പറഞ്ഞ് ഒപ്പിട്ട് കൊടുത്തത് സാക്ഷാൽ അബ്ദുൽ അസീസ് രാജാവാണ്. അതിന്റെ റെക്കോർഡ് ഇന്ന് ലോകത്തിന് മുന്നിലുണ്ട്. അവർ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. അന്താരാഷ്ട്ര പത്രങ്ങൾ അത് പുറത്തുവിട്ടിട്ടുണ്ട്. യാതൊരു സംശയമില്ല. 1. 2, 1-ാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ സഖ്യകക്ഷികൾക്ക് കിട്ടിയ തുർക്കി ഖിലാഫത്തിനെ തകർത്തിട്ട് കിട്ടിയ സ്ഥലങ്ങളിൽ അവരുടെ ആവശ്യമുള്ള സ്ഥലം എടുത്തിട്ട് ബാക്കി അവർ കഷ്ണം വെട്ടി കൊടുത്ത സ്ഥലങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ എന്തുള്ളത്? ഇസ്ലാമിക രാജ്യങ്ങളുള്ളത്, ഇസ്ലാമിക കിങ്ഡങ്ങളുള്ളത്. ഒന്നും ചെയ്യാൻ അവർക്ക് കഴിയൂല. ഇവരുടെ ആജ്ഞാനവർത്തികളാണ്. സലഫികൾ, വഹാബികൾ ഇവരുടെ ആജ്ഞാനവർത്തികളാണ്. ഈ ആജ്ഞാനവർത്തികളാകുന്ന ഇവർ അവരെങ്ങനെയാണ് ലോകത്തിൽ ഇസ്ലാമിന് ഒരു സ്റ്റോൺ വെക്കുന്നത്? എങ്ങനെയാണ്? ഒരു കല്ലിന് മുന്നോട്ട് വെക്കാൻ അവർക്ക് കഴിയും? അവർ ഇസ്ലാമിക സൗധത്തെ തകർത്തവരാണ്. എന്തിനാണ് അവരവർ തകർത്തത്? ബ്രിട്ടന് വഴി തകർത്തു കൊടുത്തു. ബ്രിട്ടൻ അവർക്ക് വാഗ്ദത്തം നേരു, നിങ്ങൾ ഉസ്മാനിയ ഖിലാഫിനെ തകർക്കാൻ കൂടിയാൽ നിങ്ങൾക്ക് ഇന്നാലിനെ ഏരിയ തരാം, ഇന്നാലിനെ ഏരിയ ആക്കെ കഷ്ണം മുറിച്ച് കൊടുക്കുകയും ചെയ്തു. അതിനാണ് 1-ാം ലോക മഹായുദ്ധം ഉണ്ടാക്കിയത്. നിങ്ങൾക്കൊരു അതിശയകരമായ ഒരു സത്യം ഞാൻ പറഞ്ഞുതരാം. ഒരു അതിശയകരമായ സത്യം. 1-ാം ലോക മഹായുദ്ധം കഴിയുമ്പോൾ തകർക്കപ്പെട്ട ഒരു രാജ്യമാണ് ജർമ്മനി. അടക്കമുള്ള ജർമ്മനിയുടെ കൂടെ നിന്ന രാജ്യങ്ങൾ 1-ാം ലോക മഹായുദ്ധത്തിൽ നിന്ന രാജ്യങ്ങളാണ്. ആ രാജ്യങ്ങളെല്ലാം ഭാഗികമായി തകർക്കപ്പെട്ടിരുന്നു. ആ രാജ്യങ്ങളെയെല്ലാം വളരെ കുറഞ്ഞ കാലത്തിനുള്ളിൽ യൂറോപ്യൻ സഖ്യകക്ഷികൾ തന്നെ റിക്കവർ ചെയ്തു. എന്നാൽ തുർക്കി തകർക്കപ്പെട്ടിട്ട് ഇന്നും ആ ഭരണകൂടം റിക്കവർ ചെയ്തില്ല. എന്തുകൊണ്ട്? ഇതായിരുന്നു ലക്ഷ്യം. തുർക്കി സാമ്രാജ്യം റിക്കവർ ചെയ്തോ? ഇല്ല. ആ സാമ്രാജ്യത്തെ ഇല്ലാതാക്കി. എന്നാൽ ലോകത്തെ ഏതെങ്കിലും രാജ്യത്തെ സാമ്രാജ്യത്തെയോ 1-ാം ലോക മഹായുദ്ധം ഇല്ലാതാക്കിയില്ല. 1-ാം ലോക മഹായുദ്ധത്തിൽ സത്യത്തിൽ തുർക്കിക്ക് ഇടപെടേണ്ട ആവശ്യമില്ല. തുർക്കി ഭരിച്ചിട്ടതാണ്. വേറൊരു താല്പര്യത്തിൽ തുർക്കിയുടെ കരാറുള്ള ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ സഖ്യകക്ഷികൾ പോര് നടത്തിയപ്പോൾ, ആക്രമണം നടത്തിയപ്പോൾ തുർക്കി അന്ന് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 5-ാമത്തെ സൈനിക ശക്തിയാണ്. അന്ന് ഞാൻ ഇനി പറയാൻ പോകുന്ന കാലത്ത് ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയാണ്. ക്ഷയിച്ച് വഹാബികളുടെയും മോഡേണിസ്റ്റുകളുടെയും ഒക്കെ അക്രമത്തിൽ ക്ഷയിച്ചിട്ട് പോലും ലോകത്തെ 5-ാമത്തെ സൈനിക ശക്തിയാണ് അന്ന് തുർക്കി. ആ തുർക്കിയെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ചെയ്തത്. 1-ാം ലോക മഹായുദ്ധത്തിൽ തുർക്കിക്ക് നഷ്ടപ്പെട്ടത് 50 ലക്ഷം ജനങ്ങളെയാണ്. 50 ലക്ഷം ആളുകൾ കൊല ചെയ്യപ്പെട്ട തുർക്കിയുടെ രാജ്യങ്ങളിൽ. ഇതുപോലെ ആളപായവും മരണം നിരക്കുണ്ടായ രാജ്യം ലോകത്തില്ല. എന്നിട്ട് ആരെങ്കിലും ആ രാജ്യത്തോട് മാപ്പ് പറഞ്ഞോ? ആ സാമ്രാജ്യത്തെ തിരിച്ചുകൊണ്ടുവരാൻ ശ്രമിച്ചോ? ഇല്ല. ആ സാമ്രാജ്യത്തെ തകർക്കാൻ കൂടിയത് 2 വിഭാഗമാണ്. 1, വഹാബികൾ എന്ന ഇന്നത്തെ നമ്മുടെ നാട്ടിൽ കാണുന്ന സലഫികളുടെ പിതാക്കൾ. 2, തുർക്കി മോഡേണിസ്റ്റുകൾ അത്താതുർക്കിന്റെ കീഴിൽ. അത്താതുർക്ക് ഖുർആനിനും ഹദീസിനും എല്ലാം എതിരാ. ജീവിതത്തിൽ ഒരിക്കൽ പോലും അയാൾ മദ്രസയെ പഠിച്ചിട്ടില്ല. മദ്രസയിൽ മോഡേണിസ്റ്റ് ആണ് അയാൾക്ക് ആകെ എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ അയാൾക്കുള്ളത് ഒരു നാഷണാലിറ്റി ബോധമാണ്, ഒരു വംശീയത, ഒരു തരം വംശീയത എന്നത് സത്യത്തിൽ യൂറോപ്പിന്റെ ഉൽപ്പന്നമാണ്. ലോകത്തെ ഏത് കാലത്തും വംശീയത കൊണ്ടുവന്നത് യൂറോപ്പാണ്. നന്മ തിന്മയല്ല അവരുടെ ലക്ഷ്യം, വംശീയത, ഒരു വംശത്തിന്റെ ആധിപത്യം. ഞാൻ പറയട്ടെ, 2-ാം ലോക മഹായുദ്ധം വന്നപ്പോൾ ഏറ്റവും വലിയ പ്രശ്നക്കാരാരാ? ജർമ്മനി. ആരാ ഭരിക്കുന്നത്? ഹിറ്റ്ലർ. അതേ ഏത് മതക്കാരൻ? ക്രിസ്ത്യാനി. എന്താണ് അദ്ദേഹത്തിന്റെ ഐഡിയോളജി? വംശീയത തന്നെ. എന്തുകൊണ്ട്? എന്താണ് വംശീയത? ജർമ്മനിക്കാർക്കാണ്. ജർമ്മനിയിൽ വേറെ വന്നുകൂടിയവർക്ക് ജർമ്മനിയിൽ അധികാരമില്ല. ആരെ വന്നുകൂടിയത്? ജൂതന്മാര്. 1798 ശേഷം
ജൂഡന്മാരെ ഫ്രഞ്ച് എംപയർ തകർന്നതിന് ശേഷം അധികാരത്തിൽ വന്ന ആളാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട്. 1798 1798 ഫ്രാൻസ് രാജാക്കളുടെ സാമ്രാജ്യം തകരുന്നത്. ഞാൻ പിന്നീട് പറയാം. അങ്ങനെ അധികാരത്തിൽ വന്നു നെപ്പോളിയൻ ബോണപ്പാർട്ട്. ഒരു വഴി ജർമ്മനിയും കീഴടക്കി. ജർമ്മനി കീഴടക്കിയപ്പോൾ യൂറോപ്പിന് ആവശ്യമില്ലാത്ത ജൂതന്മാരെ നിർബന്ധപൂർവ്വം ജർമ്മനിയിലേക്ക് കയറ്റിവിട്ടു. അങ്ങനെ 19-20 നൂറ്റാണ്ടുകളിൽ പ്രത്യേകിച്ച് പറഞ്ഞാൽ 19-ാം നൂറ്റാണ്ട് 1800 ശേഷം ഇഷ്ടംപോലെ ആളുകൾ ജർമ്മനിയിലേക്ക് കയറി. പിന്നെ 20-ാം നൂറ്റാണ്ടിന്റെ ഏകദേശം മധ്യഭാഗം വരെയും ഈ 1.5 നൂറ്റാണ്ട് ജർമ്മനിയിൽ സുഗമമായി ജീവിച്ചു. ആര്? ജൂതന്മാരെ നേരത്തെ യൂറോപ്പ് അനുവദിക്കുമായിരുന്നില്ല. യൂറോപ്പിൽ എന്നും ജൂതന്മാർക്ക് പ്രശ്നമാണ്. ജൂതന്മാർ സ്വൈര്യമായി ലോകത്ത് ജീവിച്ചിരുന്നെങ്കിൽ മുസ്ലിം ഭരണകൂടങ്ങൾക്ക് കീഴിൽ മാത്രമാണ്. ജൂതന്മാർ ലോകത്ത് അവരുടെ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഇസ്ലാം വന്നതിന് ശേഷം അവർ സ്വൈര്യത്തോടുകൂടെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അതിനു മുമ്പ് അവർക്ക് ഡയസ്പോറയാണ്. എന്താണ് ഡയസ്പോറ? പ്രവാസം. അതാ ഡയസ്പോറ. ഈ കാലഘട്ടത്തിൽ അവർക്ക് പരിശുദ്ധമായ വേദഗ്രന്ഥം നഷ്ടപ്പെട്ടു പോയി. ഈ ഡയസ്പോറ അവർക്ക് തുടങ്ങുന്നത് ഏത് കാലത്താണ്? സോളമന് ശേഷം സയ്യിദ്ന സുലൈമാൻ അലൈഹിസ്സലാം. സുലൈമാൻ വഫാത്താവുന്നത് BC 923 അതിനുശേഷം ജൂതന്മാരെ ഗ്രീക്കുകാരും ബാബിലോണിയക്കാരും ജെറൂസലേമിൽ നിന്ന് പുറത്താക്കി. അവരെ ആരാധനാലയം തകർത്തു. മുസ്ലിങ്ങളല്ല. പിന്നീട് വീണ്ടും അവരെ കൂട്ടക്കൊലകൾ നടത്തി. BC-യിലും AD-യിലും അങ്ങനെ തന്നെയാണ്. പല രാജാക്കന്മാരും ചെയ്തു. AD 1-ാം നൂറ്റാണ്ട് 2-ാം ജെറൂസലേമിൽ മാത്രം 5 ലക്ഷം ജൂതന്മാരെ കൊന്നു റോമക്കാര്. ഇങ്ങനെ അവർ സമ്പൂർണ്ണ പ്രവാസത്തിന് നിർബന്ധിതരായി. ഈ പ്രവാസം സ്വാഭാവികമായും എവിടെയായിരുന്നു? പലരും പല ഏരിയയിൽ വന്നു. അവർ യൂറോപ്പിലേക്ക് കയറിയപ്പോൾ യൂറോപ്പിന് AD 3-ാം നൂറ്റാണ്ടിന് ശേഷം യൂറോപ്പിൽ ക്രിസ്തീയത പടർന്നു പിടിച്ച ഒരു കാലമാണ്. ആ കാലത്ത് ഇവർ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കപ്പെട്ടു. എന്തുകൊണ്ട്? അതിന് ചരിത്രപരമായ കാരണമുണ്ട്. ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് ജൂതന്മാരാണ് യേശു ക്രിസ്തുവിനെ കുരിശിൽ തറച്ച്. മുസ്ലിം വിശ്വാസം അനുസരിച്ച് യേശുവിനെ ദ്രോഹിച്ചതും അവർ തന്നെയാണ്. സയ്യിദ്നാ ഈസാ അലൈഹിസ്സലാം. പിലാത്തോസ് ജൂതനല്ല, പിലാത്തോസ് റോമക്കാരനാണ്. അപ്പൊ സ്വാഭാവികമായും ആ ഒരു അടി ജൂതന്മാർക്ക് കിട്ടി. നൂറ്റാണ്ടുകൾ, ആയിരക്കണക്കിന് കൊല്ലം. പിന്നെ 7-ാം നൂറ്റാണ്ട് കൂടുതൽ ഇസ്ലാം ലോകത്ത് പടർന്നു പിടിച്ചു. പിന്നെ മുസ്ലിങ്ങൾക്ക് രാജ്യങ്ങളുണ്ടായി. ആ രാജ്യത്തിൽ സന്തോഷകരമായി ജീവിച്ചു ആര്? ജൂതന്മാര്, ക്രിസ്ത്യാനികളും എല്ലാവരും. കാരണം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാന നീതിയാണ്, മതമല്ല. മതം നീതിക്ക് വേണ്ടിയാണ്. ഇതൊരു സത്യമാണ്. ഇസ്ലാമിൽ മതം സമം ജസ്റ്റിസ് ആണ്. അള്ളാഹുവിന്റെ അടുക്കൽ നാളെ പരലോകത്തെ ഏറ്റവും കൂടുതൽ കൂലി കിട്ടുന്ന ആൾ കൂടുതൽ നിസ്കരിച്ച ആളല്ല. പിന്നെ ആരാണ്? ഇമാമുൻ ആദിലും നീതിമാനായ ഭരണാധികാരി. ഇയാൾക്കാണ് ആദ്യത്തെ സ്ഥാനം. ഈ ലോകത്ത് പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥിച്ചാൽ സഡൻ ഉത്തരം കൊടുക്കുന്ന ഒരാളാരാ? ഏറ്റവും കൂടുതൽ നിസ്കരിച്ച ആളല്ല, ഏറ്റവും നോമ്പോറ്റ ആളുമല്ല. പിന്നെ ആരാ? സലാസത്തുൻ ലാ തുറദ്ദു ദഅവത്തും. 3 ആളെ പ്രാർത്ഥന ഒരിക്കലും തള്ളുകയില്ല. ഒന്നാരാ? നീതിമാനായ ഭരണാധികാരി. എല്ലാ മനുഷ്യർക്കും നീതി കൊടുക്കുക. 2 ദുആഉൽ മുസാഫിരി, ഒരു നന്മക്ക് വേണ്ടി യാത്ര ചെയ്യുന്ന ഒരു വ്യക്തി. 3 ദുആഉ സ്വാഇമി ഹീന യുഫ്തിറു, നോമ്പ് മുറിക്കുന്ന നേരത്തെ നോമ്പുകാരന് ദുആ. ചിന്തിച്ചു നോക്കൂ. ഈ ദുആക്ക് സഡൻ ആക്ഷനാണ്, സഡൻ തീരുമാനമെടുക്കും. അതിൽ ഏറ്റവും ആദ്യത്തെ ആളാരാ? നീതിമാനായ ഭരണാധികാരി. അപ്പൊ ഇസ്ലാം എന്ന് പറഞ്ഞ നീതിയാണ്. ഇസ്ലാമിൽ നീതിക്കപ്പുറം ഒരു മതം ഉണ്ടാവില്ല. നീതിക്കപ്പുറം ഒരു മതം ഇസ്ലാമിൽ ഇല്ല. അന്ന് ഉസ്മാനികൾ ഭരിച്ചപ്പോൾ ആദ്യം സ്പെയിനിൽ, പിന്നെ AD 10-ാം നൂറ്റാണ്ടോടുകൂടെ സ്പാനിഷ് ഇൻക്വിസിഷൻ വന്നപ്പോൾ മുസ്ലിമീങ്ങൾ ക്രമേണ പുറത്താക്കപ്പെട്ടു. സ്പെയിൻ തകർന്നപ്പോൾ ഇതുപോലെ പ്രയാസപ്പെട്ടു ജൂതന്മാരും. മുസ്ലിമീങ്ങൾ കോടാനക്കോടി കൊല ചെയ്യപ്പെട്ടു, കോടാനക്കോടി പുറത്താക്കപ്പെട്ടു. ആ കൂട്ടത്തിൽ ജൂതന്മാരെയും അപഹരിക്കപ്പെട്ടു, നിഷ്കാസനം ചെയ്യപ്പെട്ടു. പിന്നെ അപ്പോഴത്തിന് കിഴക്കുദയം കൊണ്ടതാണ് എന്ത്? ഉസ്മാനിയ സാമ്രാജ്യം. ആ ഉസ്മാനിയ സാമ്രാജ്യത്തിലേക്ക് ജൂതന്മാർ കുടിയേറി, പ്രത്യേകിച്ച് ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളും. കാരണം കാത്തലിക് ഓർത്തഡോക്സ് തമ്മിൽ സ്പർദ്ധ നൂറ്റാണ്ടുകൾ റോമിലും പരിസരത്തും യൂറോപ്പിലും നിലനിന്നിട്ടുണ്ട്. അതാണ് ഇൻക്വിസിഷൻ കാലത്ത് 100 കോടി ക്രിസ്ത്യാനികളെയാണ് ക്രിസ്ത്യാനികൾ തന്നെ കൊന്നത്. അതാണ് യൂറോപ്യൻ ഇൻക്വിസിഷൻ വരുന്നത്. മുസ്ലിമുകൾക്കെതിരെ മാത്രമല്ല, ക്രിസ്തീയതയിൽ ചില വിഭാഗങ്ങൾക്കെതിരെ. ഞാൻ കുറ്റപ്പെടുത്തല്ല, ചരിത്രമാണിത്, ഒരു വസ്തുതയാണ്, ഇത് ചരിത്രമാണ്. ആർക്കും നിഷേധിക്കാനേ കഴിയില്ല. ഒരു മതം 100 കോടി ജനങ്ങളെ തലവെട്ടി കൊന്നു എന്ന് പറഞ്ഞാൽ അത് മനുഷ്യൻ എണ്ണിക്കാൻ കഴിയും. 100 കോടി ജനങ്ങളെ. അത് കാരണമാണ് കാൾ മാർക്സ് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പെന്ന് പറയേണ്ടി വന്നത്. എന്തുകൊണ്ട്? ഒരു ജസ്റ്റിസ് ഇല്ലാത്ത ഒരു റിലിജൻ. ഇതേ മാർക്സ് പരിചയപ്പെട്ടിട്ടുള്ളൂ. ഞാൻ ആരെ കുറ്റപ്പെടുത്തുകയല്ല, അതിന്റെ ഉദ്ദേശമല്ല.
ചരിത്രം പറയുമ്പോൾ ചരിത്രത്തെ പറയുന്ന ഒരു കുറ്റപ്പെടുത്തലല്ലോ. അവിടെ പിന്നെ നീതി നടപ്പിലാക്കിയ ഒരു ഖിലാഫത്തുണ്ടായി ഉസ്മാനിയ. ഈ ഉസ്മാനിയ തകർക്കൽ നീതി ആഗ്രഹിക്കാത്തവരുടെ ലക്ഷ്യമാണ്. അടിമത്വം ലോകത്ത് മുഴുവനും മനുഷ്യരെ അടിമകളാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ലക്ഷ്യമാണ്. അവരാരാ? അവർ പ്രധാനമായും ബ്രിട്ടീഷുകാർ. ആ ബ്രിട്ടീഷുകാർ അത് ചെയ്തു. പക്ഷെ അവർക്ക് ചെയ്യാൻ കഴിയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരു സാമ്രാജ്യത്തെ തകർക്കണമെങ്കിൽ എന്ത് വേണം? ഒരു സാമ്രാജ്യം, ഒരു ജനത, ഒരു മതം, ഇതിനെ തകർക്കണമെങ്കിൽ ഉള്ളിൽ നിന്നല്ലാതെ കഴിയില്ല. ഉള്ളിൽ നിന്ന് രണ്ട് വിഭാഗത്തെ വാടകയ്ക്കെടുത്തു. ഒന്ന് മോഡേണിസ്റ്റുകൾ, അവരുടെ നേതാവാരാ? മുസ്തഫ അത്തതുർക്ക്. അയാൾക്ക് ഇസ്ലാം എന്താണെന്ന് അറിയേയില്ല. അയാൾക്ക് ഒരു വരി ഖുർആൻ അയാൾ പഠിച്ചിട്ടില്ല, മദ്രസയിൽ പോയിട്ടില്ല. യൂറോപ്യൻ വിദ്യാഭ്യാസം നേടിയതാണ് മുസ്തഫ അത്തതുർക്ക്. മുസ്തഫ അത്തതുർക്കിന് വാഴിക്കല ആ ഭരണകൂടമാണ് 1990 വരെ തുർക്കിയിൽ നടന്നത്. ആ കാലത്ത് മുസ്തഫ അത്തതുർക്കും അയാളെ പിൻഗാമികളും എന്താ ചെയ്തത്? ഈ ശുദ്ധമായ ഉസ്മാനിയ തകർക്കം ചരിത്രം മുഴുവൻ മണ്ണിട്ട് മൂടി. എന്തുകൊണ്ട്? ഉസ്മാനികൾ നല്ലവരാണെന്ന് വന്നു കഴിഞ്ഞാൽ അത്താതുർക്കിന്റെ ആളുകൾക്ക് നഷ്ടം സംഭവിക്കും. അതേ സമയത്ത് ഹിജാസിൽ വേറൊരു വിഭാഗത്തിനും അധികാരം കൊടുത്തു ബ്രിട്ടീഷുകാർ. അതാരാ? സലഫികൾ എന്ന, ഇന്നത്തെ സലഫികൾ എന്ന് പറയുന്ന അടിസ്ഥാന വഹാബികൾ. ഈ രണ്ട് കൂട്ടരും ബ്രിട്ടീഷുകാർ, ഓറിയന്റലിസ്റ്റുകൾ കൂട്ടിയിട്ട് ആയിരക്കണക്കായ മുസ്ലിം കൊല്ലത്തെ ചരിത്രം മണ്ണിട്ട് മൂടി. എങ്ങനെയുണ്ട് ഈ ചരിത്രം? ഇന്ന് നമ്മളോട് ഇന്നത്തെ സലഫി പണ്ഡിതന്മാർ പറയാം, അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല, അവര് ഇരുളടഞ്ഞ ആളുകളായിരുന്നു, ഇരുൾ മുറ്റിയ കാലാണത്. അതെങ്ങനെ ഉണ്ടാവുക? വളരെ അടിസ്ഥാനപരമായ ചരിത്ര സത്യം നമ്മളെ മുന്നിലില്ലേ? ഇത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. സലഫി വിദ്യാർത്ഥികളും ഇത് ചിന്തിക്കണം. നിങ്ങളെ കോളേജുകളിൽ നിങ്ങൾ ഈ വിഷയത്തെ ചർച്ച നടത്തണം. എന്നിട്ട് നിങ്ങൾ എന്നെ വിടി, നിങ്ങൾ പഠിക്കണം. ഒരു സലഫി വഹാബിക്ക് അവരെ ഒന്നാം കിട പൗരന്മാരായി ഇസ്ലാം അംഗീകരിക്കുകയില്ല. ഇസ്ലാമിൽ ഒരു രണ്ടാം കിട പൗരന്മാരുണ്ട്, അത് സലഫി വഹാബികളാണ്. അവർ പേര് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി പറയുന്നത് കൊണ്ട് അവർ മുസ്ലിമായി പ്രത്യക്ഷത്തിൽ നമ്മൾ അംഗീകരിക്കും. പക്ഷെ രണ്ടാം കിട പൗരന്മാരാണ്. എന്തുകൊണ്ട്? ഇസ്ലാമിനെ തകർത്തത് അവരാണ്. ഇസ്ലാമിന്റെ അഖീദയെ തകർത്തതും അവരാണ്. ഇസ്ലാമിന്റെ ഫിഖ്ഹിനെ തകർത്തത് അവരാണ്. ഇസ്ലാമിന്റെ ഐഡിയ തകർത്തത് അവരാണ്. ഇസ്ലാമിന്റെ ശുദ്ധമായ ചരിത്രം നശിപ്പിച്ചതും അവരാണ്. അവരെ കൂടിയിരുത്തി നമ്മളെ നോമ്പ് തുറ തൽക്കാലം നടന്നുകൊണ്ട് ഇസ്ലാമിന് ഒരു നേട്ടം കിട്ടാനുമില്ല. സലഫി വഹാബികൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു ഇസ്ലാമിലെ ഈ ഒരു സയനിസം, ഇസ്ലാമിന്റെ ഉള്ളിലെ സയനിസമാണ് വഹാബിസം എന്ന ഇന്നത്തെ സലഫിസം. അതവർ വലിച്ചെറിയണം. ആയിരക്കണക്കായ മുസ്ലിം പള്ളികൾ ഇന്ന് ചർച്ച, ആയിരക്കണക്കിന്. ആരാ ഇത്? ഉസ്മാനിയ ഖിലാഫത്തിന്റെ ഉള്ളിൽ നശിപ്പിച്ചതാ? ചെയ്യിപ്പിച്ചതാരാ? ആരാ ചെയ്യിപ്പിച്ചത്? ഇവര്. AD 1744 അന്നാരാ ഭരിക്കണ? അബ്ദുൽ ഹമീദ് ഒന്നാമൻ. അദ്ദേഹമാരാ? മുത്തഖി എന്ന് പറഞ്ഞ ഇന്ന് തുടങ്ങുന്ന അതിമനോഹരമായ പുണ്യ റസൂലിനെ പ്രശംസിച്ച് കവിതകൾ എഴുതിയതാരാ? അബ്ദുൽ ഹമീദ് ഒന്നാമൻ. എന്നിട്ടത് റൗളയിൽ കല്ലിൽ കൊട്ടിച്ചു. ഈ മനുഷ്യന്റെ കാലത്താണ് ഇബ്നു സഊദും മുഹമ്മദ് അബ്ദുൽ വഹാബും കരാറൊപ്പിടുന്നത് ഈ സാമ്രാജ്യം തകർക്കണമെന്ന്. അന്ന് അവരെ നിലക്ക് നിർത്താൻ പെട്ടെന്ന് കഴിയൂല. എന്തുകൊണ്ട്? ഒരേ സമയത്ത് യൂറോപ്പിലെ വൻ ശക്തികളോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഖലീഫ. എന്നിട്ട് അവർ മക്കയിലും മദീനയിലും നരനായാട്ട് നടത്തി. ഒരു ഖലീഫക്കെതിരെ വാളെടുക്കാൻ പാടുണ്ടോ? ഇസ്ലാമിൽ നിയമമില്ലല്ലോ, പാടില്ലല്ലോ. പുണ്യ റസൂൽ പറഞ്ഞ നിങ്ങൾക്ക് ബാധകല്ലേ? ആർക്കും ബാധകല്ലേ? ഞങ്ങൾ എത്ര കാലം ക്ഷമിക്കണം? ഇവരെയാണ് ഏറ്റവും വലിയ മുസ്ലിം നവോത്ഥാന നായകന്മാർ എന്ന് ഈ നമ്മുടെ കൂട്ടത്തിലെ ചില മൗലാനമാർ പറഞ്ഞു നടക്കുന്നത്. ഇതൊക്കെ അടിസ്ഥാന സത്യമാണ് ഞാൻ ഈ പറയും. ഇനി ഞാൻ പറയുന്നത് സുലൈമാൻ ഖാനൂനി ദ മാഗ്നിഫിഷന്റ് എന്ന അദ്ദേഹത്തിന്റെ ചരിത്രമാണ്. അദ്ദേഹത്തിന് മാഗ്നിഫിഷന്റ് എന്ന പേര് നൽകിയതും സത്യത്തിൽ യൂറോപ്യർ തന്നെ. ആരാ യൂറോപ്യർ? ഏത് യൂറോപ്യർ എന്ന് നിങ്ങൾ അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന് പറഞ്ഞ യൂറോപ്യർ, അശോക ദ ഗ്രേറ്റ് എന്ന് പറഞ്ഞ യൂറോപ്യർ, അലക്സാണ്ടറെ ഗ്രേറ്റ് എന്ന് പറഞ്ഞ അതേ യൂറോപ്യർ. അലക്സാണ്ടറെ ഗ്രേറ്റ് എന്ന് പറഞ്ഞവർ, അശോകയെ ഗ്രേറ്റ് എന്ന് പറഞ്ഞവർ, റിച്ചാർഡ് ലേൺഹാർട്ടിനെ ഗ്രേറ്റ് എന്ന് പറഞ്ഞവർ, കാനൂനിയെ പറഞ്ഞത് ദി മാഗ്നിഫിഷന്റ് എന്നാണ്. എന്താ തമ്മിൽ വ്യത്യാസം? അലക്സാണ്ടർ ദി ഗ്രേറ്റ് ഉന്നതനായ അലക്സാണ്ടർ, ഉന്നതനായ അശോക, ഉന്നതനായ റിച്ചാർഡ് ലേൺഹാർട്ട്. എന്നാൽ സുലൈമാൻ ഖാനൂനിയെ അവർ പറഞ്ഞത് അങ്ങനെയല്ല. സുലൈമാൻ ദി മാഗ്നിഫിഷന്റ് എന്നാണ്. സുലൈമാൻ അതിശയകരമായ വ്യക്തിത്വത്തിന് ഉടമാണ് പറഞ്ഞത്. മാഗ്നിഫിഷന്റ് എന്ന വാക്കിന് അർത്ഥം അതാണ്. അതായത് നിർവചിക്കാൻ, ഉന്നതനുമല്ല, നിർവചിക്കാൻ കഴിയില്ല, നിർവചിക്കാൻ കഴിയില്ല. ഷേക്സ്പിയറുടെ മർച്ചന്റ് ഓഫ് വെനീസ് എന്നൊരു നാടകമുണ്ട്. ഈ നാടകത്തിൽ ഒരു രാജകുമാരൻ വീമ്പ് പറയാ. എന്താ വീമ്പ് പറയുന്നത്? ഞാൻ സുലൈമാൻ ഖാനൂനിയെ പോലും 3 തവണ തോൽപ്പിച്ചിട്ടുണ്ട്. നാടക സംഭവിച്ചല്ല.
സുലൈമാൻ ലോകത്താരോട് തോറ്റിട്ടില്ല. ഒരു നാടകത്തിൽ വമ്പ് പറയാ, വീമ്പ് പറയാ. ആര്? ഒരു പ്രിൻസ്. എന്താ പ്രിൻസ് പറയുന്നത്? ഞാൻ 3 തവണ സുലൈമാൻ കാനൂനിയെ പോലും തോൽപ്പിച്ചിട്ടുണ്ട്. എന്റെ യൂറോപ്പിലൊക്കെ ലോക അക്കാലത്ത് വേറെ രാജാക്കന്മാരുണ്ടല്ലോ, എന്റെ ഇത് ഷേക്സ്പിയർ എഴുതാഞ്ഞു. കാനൂനി മരിച്ചിട്ട് 30 വർഷം കഴിഞ്ഞിട്ടാണ് ഈ നാടകം എഴുതുന്നത്. ലോക പ്രശസ്തമായ നാടകമാണ് മർച്ചന്റ് ഓഫ് വെനീസ്. ഷേക്സ്പിയറുടെ കാലം എന്ന് പറഞ്ഞാൽ 1564 മുതൽ 1616 വരെ. ഒഥല്ലോ, ജൂലിയസ് സീസർ, മർച്ചന്റ് ഓഫ് വെനീസ്, ഇതൊക്കെ ഷേക്സ്പിയറുടെ നാടകങ്ങളാണ്. 1564 മുതൽ 1616 വരെയാണ് ഷേക്സ്പിയർ. കാനൂനി 1494 മുതൽ 1566 വരെയാണ്. അതായത് 1564 ഷേക്സ്പിയർ ജനിച്ചു, 1566 കാനൂനി സുലൈമാൻ മരിച്ചു. അപ്പോൾ സുലൈമാൻ മരിക്കുന്ന കാലത്ത് ഏകദേശം ഷേക്സ്പിയർക്ക് എത്ര വയസ്സുണ്ടാവും? 2 വയസ്സ്. പിന്നെ 30 വർഷം കഴിഞ്ഞാണ് ഈ നാടകം എഴുതുന്നത്. ഈ നാടകം എഴുതുന്നത് ഏകദേശം 1596 മർച്ചന്റ് ഓഫ് വെനീസ് എഴുതുന്നത്. അദ്ദേഹത്തിന് 32ാമത്തെ വയസ്സിൽ, ഷേക്സ്പിയറുടെ 32ാമത്തെ വയസ്സിൽ 1564 ഷേക്സ്പിയർ ജനിക്കുന്നത്. 1596 മർച്ചന്റ് ഓഫ് വെനീസ് എഴുതുന്നത്. അതായത് ഷേക്സ്പിയറുടെ 32ാമത്തെ വയസ്സ്. അക്കാലത്ത് ഈ നാടകത്തിൽ ഒരു മൊറോക്കോ പ്രിൻസ് പറയുന്ന രംഗമുണ്ട് മർച്ചന്റ് ഓഫ് വെനീസിൽ. എന്താ പറയുന്നത്? ഞാൻ സുലൈമാൻ കാനൂനിയെ 3 തവണ യുദ്ധത്തിൽ തോൽപ്പിച്ചിട്ടുണ്ടെന്നാണ്. അപ്പോൾ സുലൈമാൻ ആരായിരിക്കും? ഷേക്സ്പിയർ മുസ്ലിം അല്ല, ഷേക്സ്പിയർ ക്രിസ്ത്യാനിയാണ്. പക്ഷെ ഉദ്ധരിക്കുന്നത് ആരെയാ? സുലൈമാൻ കാനൂനിയെ. എന്തുകൊണ്ട്? യൂറോപ്പ് ഭയപ്പെട്ട ഒരു രാജാവ്, ഒരു ചക്രവർത്തി അന്നും ഉള്ളതാരാ? അത് സുലൈമാൻ. മാഗ്നിഫിസന്റ്. അത്ഭുതം എന്ന് പറഞ്ഞാൽ അത്ഭുതം. അമേരിക്കയിലെ പാർലമെന്റ് മന്ദിരത്തിൽ 23 ചരിത്ര പുരുഷന്മാരുടെ പ്രതിമ കൊത്തിവെച്ചിട്ടുണ്ട്. അതിൽ ഒരാൾ സുലൈമാൻ ദി മാഗ്നിഫിസന്റ് ആണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കഴിവ് എത്രയായിരിക്കും? ഞാൻ വീണ്ടും തിരിച്ചു വരാം. പക്ഷെ ഒരു കാര്യം കൂടി ഓർക്കുന്നത് നല്ലതാണ്. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് ഭൂമിയുടെ 60% അദ്ദേഹത്തിന് കയ്യില്ല. ബാക്കി വലിയൊരു ഭാഗം മുസ്ലിം രാജാക്കന്മാർ തന്നെ. അതായത് ഭൂമിയുടെ 90% അധികാരം ആരുടെ കയ്യിൽ? മുസ്ലിങ്ങളുടെ കയ്യിൽ. ഏതാണ് കാലം? 1000 കൊല്ലപ്പുറമല്ല. 1500 സിസ്റ്റത്തില് 1500 സിസ്റ്റത്തിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങളത് ആലോചിച്ച് നോക്ക്. ആ ഒരു കാലം ഒന്ന് ആലോചിച്ച് നോക്കി, ചിന്തിക്ക്. ആ ഒരു കാലത്തെ ഇന്ന് നമുക്ക് സ്വപ്നം കാണാൻ കഴിയും. ഞാൻ അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിന്റെ വൈപുല്യത ഒന്ന് കാണിക്കും. അന്നത്തെ യൂറോപ്പിന്റെ 5 ഇരട്ടി സുലൈമാൻ കാനൂനിയുടെ കയ്യിലാണ് ലോകം. അതായത് അക്കാലത്ത് മനുഷ്യ സംസ്കാരത്തിന്റെ നാഗരികതകളുടെ കേന്ദ്രം എന്ന് പറഞ്ഞാൽ ഒന്നേതാ? ഒന്ന് ഏഷ്യ. ഏഷ്യയിലെ 3/4 ഭാഗം അദ്ദേഹത്തിന്റെ കയ്യിലാണ്. ഒന്ന് ആഫ്രിക്ക. ആഫ്രിക്കയിൽ നല്ലൊരു ഭാഗം അദ്ദേഹത്തിന്റെ കയ്യിലാണ്. യൂറോപ്പ്, കിഴക്കൻ യൂറോപ്പ് മുഴുവനും അദ്ദേഹത്തിന്റെ കയ്യിലാണ്. പടിഞ്ഞാറൻ യൂറോപ്പിലെ ഏകദേശ ഭാഗങ്ങളും. ആകെ അദ്ദേഹത്തിന്റെ കയ്യിൽ യൂറോപ്പിന് അദ്ദേഹത്തിന്റെ അധികാരത്തിന് പുറത്തുള്ള രാഷ്ട്രങ്ങൾ ആകെ 4. ഒന്ന് ഹംഗറി, ഒന്ന് റോമൻ എംപയർ, ഒന്ന് ഫ്രാൻസ്, ഒന്ന് ബ്രിട്ടൻ. അതിൽ ഫ്രാൻസ് ഇവരുടെ ആശ്രിത സമൂഹമാണ്. 4 ദിവസം ഭക്ഷണം കഴിക്കണ്ടെന്ന് സുലൈമാൻ കാനൂനി പറഞ്ഞാൽ ഫ്രഞ്ച് ഒന്നും ചെയ്യൂല. അത്രയും വലിയ ബന്ധമാണ് ആരും ഫ്രാൻസും സുലൈമാൻ കാനൂനിയും. അതായത് ഫ്രാൻസ് സുലൈമാൻ കാനൂനിയുടെ രാഷ്ട്രമായതുപോലെ അങ്ങനെ തന്നെ എഴുതി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒന്നാണ് എന്ന് കരാർ എഴുതി കൊടുത്തിട്ടുണ്ട് ഫ്രാൻസ്. ആർക്ക്? സുലൈമാൻ കാനൂനിക്ക്. അന്ന് ആകെ യൂറോപ്പ് ഉള്ളത് ഹംഗറി, റോം, ബ്രിട്ടൻ മാത്രം. ബ്രിട്ടൻ അന്ന് ഒന്നുമല്ല. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കണം. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള രാജ്യങ്ങൾ മൊറോക്കോ, ഈ വിശാലമായ അൾജീരിയ, വിശാലമായി ടുണീഷ്യ മൊത്തം, ലിബിയ മൊത്തം, ഈജിപ്ത് മൊത്തം, സുഡാന്, യമന്, ഹിജാസ് മൊത്തം. അതായത് മക്ക, മദീന എന്നൊക്കെയല്ല, ഹിജാസ് മൊത്തം, ജോർദാൻ മൊത്തം, ട്രാൻസ് ജോർദാൻ എന്ന ഫലസ്തീൻ മൊത്തം, ഇന്നത്തെ ഇസ്രായേൽ 1 ഇഞ്ച് ഭൂമി ആർക്കും വേറെ ഇല്ല, സിറിയ മുഴുവനും, ഇറാഖ് മുഴുവനും, ഇറാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം. അതിന്റെ പുറത്തൊരു ഇറാനിയൻ സാമ്രാജ്യമുണ്ട്. അതേ സമയത്ത് തിബിരീസ് മുതൽ ഇങ്ങനെ നീണ്ടു കിടക്കുന്ന പ്രവിശാലമായ ഇറാൻ മൊത്തം, ഒമാൻ മൊത്തം, പിന്നെയോ ഇറാഖ് മൊത്തം,
കുവൈത്ത് മൊത്തം, ബഹ്റൈൻ, UAE, ഖത്തർ, ഹിജാസ് മുഴുവൻ കഴിഞ്ഞില്ല, സൈപ്രസ്, തുർക്കി മുഴുവനും, അർമേനിയ മുഴുവനും, ജോർജിയ മുഴുവനും, ആസർബൈജാൻ മുഴുവനും, റഷ്യയുടെ പ്രധാന ഭാഗങ്ങളെല്ലാം, ഉക്രൈന്, മാസിഡോവ, റൊമാനിയ, ബൾഗേറിയ, മാസിഡോണിയ, ബെൽജിയം, സെർബിയ, കൊസോവോ, ബോസ്നിയ, ക്രൊയേഷ്യ, അൽബേനിയ, സ്ലൊവേനിയ, ഓസ്ട്രിയ, ചെക്ക്, ഹംഗറി, റൊമേനിയ, ബൾഗേറിയ, ഉക്രൈന്, ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് മുഴുവൻ. അന്ന് ആകെ യൂറോപ്പ്, ഉസ്മാനിയ ഖിലാഫത്തിന്റെ പുറത്തുള്ള യൂറോപ്പ് ആകെ എത്രയുള്ളൂ? വളരെ കുറഞ്ഞ ഒരു ഏരിയ. ഫ്രാൻസ്, ഹംഗറി, റോമൻ എംപയർ കീഴിലുള്ള സ്ഥലങ്ങൾ, ബ്രിട്ടൻ. ഫ്രാൻസ് അടിസ്ഥാനപരമായി ഫ്രാൻസ് ആണെങ്കിൽ പോലും ഫ്രാൻസ് ഏത് കാര്യത്തിലും ഉസ്മാനിയ ഖിലാഫത്തിന്റെ കൂടെയാണ്. ഒരു കാര്യം കൂടി ഞാൻ കൂട്ടത്തിൽ പറയാം. ഉസ്മാനിയ ഖിലാഫത്തിന്റെ കൂടെ, മുസ്ലിങ്ങളെ കൂടെ ഏറ്റവും കൂടുതൽ നിന്ന ഒരു രാജ്യമാണ് ഫ്രാൻസ്. എന്നും ഫ്രാൻസിലുള്ള ഇസ്ലാമിക ചരിത്രാവശിഷ്ടങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്തതാണ്. ഇതാണ് ഈ പ്രവിശാലമായ ലോകം. ഇത് മുഴുവനും സുലൈമാൻ ഖാനൂനിയുടെ കീഴിലാണ്. ഇത് മുഴുവനും. ഇനി ഇവിടെ പുറത്തുള്ള, അതേ സമയത്ത് പുറത്തുള്ള മുസ്ലിം രാജ്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഇന്നത്തെ ഇന്ത്യ. സുലൈമാൻ ഖാനൂനി അവിടെ ഭരിക്കുന്ന കാലത്ത് ഇന്നത്തെ ഇന്ത്യ, ഇന്നത്തെ പാകിസ്ഥാന്, ഇന്നത്തെ ബംഗ്ലാദേശ്, ഇന്നത്തെ അഫ്ഗാൻ അടക്കുന്ന പ്രവിശാലമായ ഭാരതം മുഗൾ എംപയറിന്റെ കീഴിലാണ് ഭരിക്കുന്ന മുസ്ലിമീങ്ങളാണ്. അതേ സമയത്ത് അന്ന് ഇറാനിയൻ സാമ്രാജ്യം ഷിയാക്കളാണെങ്കിലും ഭരിക്കുന്ന മുസ്ലിമീങ്ങളാണ്. അന്ന് സെൻട്രൽ ഏഷ്യ, തിമൂറിയൻ സാമ്രാജ്യം, സെൻട്രൽ ഏഷ്യ മൊത്തം ഭരിക്കുന്ന മുസ്ലിമീങ്ങളാണ്. പിന്നെ ദമക്ക് സൽത്തനറ്റ്, ഇന്തോനേഷ്യ, മലേഷ്യ, സിംഗപ്പൂര് അടക്കമുള്ള പ്രദേശങ്ങൾ. ചുരുക്കത്തിൽ അന്ന് ലോകത്ത് 90% ഭരിക്കുന്നത് മുസ്ലിമീങ്ങളാണ്. അന്ന് ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തി ഉസ്മാനിയ ഖിലാഫത്താണ് ലോകത്ത്. അദ്ദേഹം മരിക്കുന്നത് 1566 1494 ജനിച്ച് 1566 മരിക്കുന്നത് സുലൈമാൻ ഖാനൂനി. ആ 1566 നമുക്ക് എളുപ്പ ചരിത്രത്തെ പരിശോധിച്ചാൽ, കാരണം ലോകത്ത് ചരിത്രം എഴുതി വെക്കുന്ന ഒരു കാര്യമാണത്. എത്ര തമസ്കരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ശുദ്ധന്മാരായ അനവധി ആളുകൾ, ചരിത്രത്തിൽ ശുദ്ധന്മാരായ അനവധി ആളുകൾ ഈ ചരിത്രം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ലോകത്തെ ഈ ഒരു കാലഘട്ടം ഇത് ചെയ്യിക്കുക എന്നത് അക്കാലത്ത് ബ്രിട്ടന്റെ പ്രധാനപ്പെട്ട താല്പര്യമായിരുന്നു. അതിന് മുസ്ലിം സമുദായത്തിൽ നിന്ന് അവർ വാടകക്കെടുത്ത് കൊണ്ടുവന്നവരാണ് വഹാബികൾ എന്ന സലഫികൾ. മെഡിറ്ററേനിയന്റെ സിംഹഭാഗം, ബ്ലാക്ക് സീ മൊത്തം 1 ഇഞ്ച് ലോക ചരിത്രത്തിൽ, ബ്ലാക്ക് സീ മൊത്തം ഒരു സാമ്രാജ്യം ഭരിച്ച ലോക ചരിത്രത്തിൽ ഉസ്മാനികൾ മാത്രമാണ്. യൂറോപ്പിന്റെയും ഏഷ്യയുടെയും ഇടയിൽ പ്രധാനപ്പെട്ട ഒരു സമുദ്രമാണ് ബ്ലാക്ക് സീ. ബ്ലാക്ക് സീയുടെ പരിസരം ലോക ചരിത്രത്തിൽ ഒരു ഭരണകൂടം ഭരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉസ്മാനികൾ മാത്രമാണ്. അനവധി രാജ്യങ്ങൾ അതിന്റെ ബ്ലാക്ക് സീ മൊത്തം, മെഡിറ്ററേനിയൻ സീ ആണിത് മൊത്തം. ഈ ഗ്രീസ്, ഇത് ഏതൻസ്, ഗ്രേസിന് നേരെ ഇങ്ങോട്ട് വേർപെട്ട ഇതാണ് ഏതൻസ്, അവരുടെ കയ്യിലാണ്. ഇതെല്ലാം ഈ ദ്വീപ സമൂഹങ്ങളെല്ലാം ഇതൊക്കെ ഒരു വലിയ വിശാലമായ അഗോനിയന്റെ സമുദ്രം, ഇത് അവരുടെ കയ്യിലാണ്. മെഡിറ്ററേനിയൻ ഏകദേശ ഭാഗം അവരുടെ കയ്യിലാണ്. ലിബിയൻ ഉൾക്കടല് അവരുടെ കയ്യിലാണ്. റെഡ് സീ മൊത്തം റെഡ് സീ മൊത്തം അവരുടെ കയ്യിലാണ്. റെഡ് സീക്ക് 2 ഉൾക്കടലുകളുണ്ട്, അവരുടെ കയ്യിലാണ്. ഇതാ പേർഷ്യൻ ഉൾക്കടല് അവരുടെ കയ്യിലാണ്, ഉസ്മാനികളുടെ കയ്യിലാണ്. കാസ്പിയൻ കടല് അവരുടെ കയ്യിലാണ്. ആഡോസ് സമുദ്രം യൂറോപ്പില് അവരുടെ കയ്യിലാണ്. ഇതന്നെ ഞാൻ നേരത്തെ ഈ പ്രഭാഷണം തുടങ്ങിയപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഉസ്മാൻ സ്വപ്നം കണ്ടു 4 നദികൾ. ആ 4 നദികളും 2 നദികൾ യൂറോപ്പിലാണ്, 2 നദികൾ യൂറോപ്പിലാണ്, 2 നദികൾ ഏഷ്യയിലും ആഫ്രിക്കയിലുമാണ്. ആ നദിക്കരകൾ മുഴുവൻ ഉസ്മാൻ ബിൻ എർത്തുറൂൾ കണ്ട സ്വപ്നം സത്യത്തിൽ സാക്ഷാത്കരിക്കുന്നത് ആരുടെ കാലത്താണ്? സുലൈമാൻ ഖാനൂനിയുടെ കാലത്താണ്. ഖാനൂനിയുടെ കാലം 1494 മുതൽ 1566 വരെയാണ്. 72ാമത്തെ വയസ്സിൽ അദ്ദേഹം
വിയന്നയുടെ പരിസരത്ത് മരിച്ചു. ഇനി മരിക്കാൻ കാരണം എന്താ ഞാൻ പിന്നീട് പറയാം. അതും കാരണം എന്താ, ഒരു നീതിയായ ഒരു കാര്യമായി ഹംഗേറിയിലേക്ക് ഒരു ദൂതനെ അദ്ദേഹം അയച്ചു. ഒരു നീതിയുടെ നിയമവുമായി അദ്ദേഹം ഹംഗറിയിലേക്ക് ഒരു അംബാസഡറെ അയച്ചു. ഹംഗറിക്കാർ അദ്ദേഹത്തെ കൊലപ്പെടുത്തി. അപ്പോൾ അദ്ദേഹത്തിന് അന്ന് 72 വയസ്സാ. ഞാൻ പിന്നീട് പറയാം. യുദ്ധത്തിന് പോയി. എന്തുകൊണ്ട്? നീതിയുടെ ദൂതൻ കൊല്ലപ്പെട്ടുമ്പോൾ ഞാൻ ജീവിച്ചിരിക്കാൻ പാടില്ല. ഇനി എനിക്ക് നല്ലത് അള്ളാന്റെ മാർഗത്തിൽ മരിക്കലാണ്. യുദ്ധത്തിന് പോയി സുലൈമാൻ ഖാനൂണി ഹംഗറിക്കെതിരെ. എന്തുകൊണ്ട്? ഒരു നീതിയുടെ ഒരു ദൂതുമായി പോയ ദൂതനെ, തികച്ചും ഒരു നീതിയോടെ